ഞാന് +2 സയൻസ് കഴിഞ്ഞിട്ട് നീറ്റ് എൻട്രൻസിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് പാലാബ്രലിൻഡിലാണ്. പാലാബ്രലിൻഡിൽ എന്ന് പറഞ്ഞാൽ +2 96% കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അതൊരു 10 years ബാക്കുള്ള കഥയാണ്. അപ്പോൾ അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു 100 സ്റ്റുഡൻസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ 10%, അതായത് 10 പിള്ളേരായിരിക്കും ബോയ്സ്, ബാക്കി 90 പിള്ളേർ ഗേൾസാണ്. അപ്പം അങ്ങനെ ഒരു റേഷ്യോ ആണ് ഞങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് റേഷ്യോ വരുന്നത്. അപ്പം ഇവിടെ ബ്രില്യൻറ്റിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്ത് വലിയ സംഭവം നടന്നോട്ടെ മൺഡേ ടെസ്റ്റ് അവിടെ നടന്നിരിക്കും. എന്തായിക്കോട്ടെ മൺഡേ ടെസ്റ്റ് നടത്തും. അങ്ങനെ അതായത് പ്രീവിയസ് വീക്കിൽ പഠിപ്പിച്ച പോർഷൻസ് പിറ്റേത്തെ വീക്കിൽ എക്സാം മസ്റ്റായിട്ട് നടത്തും. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പം ഈ മൺഡേ ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് വരുന്ന സമയത്ത് പ്രൊപ്പോർഷൻ കുറവുള്ള ബോയ്സിനായിരിക്കും. ഒരു 20 ബോയ്സ് ആണെങ്കിൽ ആദ്യത്തെ 20 റാങ്ക് 20 ബോയ്സിനായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഗേൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെ പറയാം. ഒന്നോ കൂടിപ്പോയാൽ 2 അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ അതന്നെ ഉണ്ടാവാറില്ല. ഇനി അഥവാ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചുണ്ടായാൽ അത്രേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഒരു ക്ലാസ് ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, നമുക്ക് അമ്മു എന്ന് പറയാം, ഈ അമ്മുവിന് ബോയ്സിലൊരു റാങ്ക് മേടിക്കുന്ന ഒരു ചെക്കനോട് ഭയങ്കര ഇഷ്ടം, ഭയങ്കരമായ ക്രഷ്. അപ്പം ഇവക്ക് ഇത്രയും വലിയൊരു ക്ലാസ്സിൽ ഈ റാങ്ക് മേടിക്കുന്ന ചെക്കൻ ഇവളെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, ഇവൾ ഇങ്ങനൊരു കുട്ടി, അമ്മു എന്ന് പറയുന്നൊരു കുട്ടി ക്ലാസ്സിലുണ്ട് എന്നുള്ളൊരു സംഭവം ഈ ചെക്കൻ ശ്രദ്ധിക്കണമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അവൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഷീ സ്റ്റാർട്ടഡ് ലേണിംഗ് തിങ്സ്. അവൾ കുറേ ലൈബ്രറിയിൽ പോയിട്ട് ഒരുപാട് ബുക്ക് എടുത്ത് വർക്കൗട്ട് ചെയ്ത് ഒബ്ജക്റ്റീവ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഒരു മൺഡേ ടെസ്റ്റിന് റാങ്ക് ഡയറക്ടർ സാർ പറയുന്ന സമയത്ത് ഈ കുട്ടിക്ക്, ഈ അമ്മുവിനെ പേര് വിളിച്ചു. അമ്മുവിനെ പേര് വിളിച്ചപ്പോൾ എല്ലാവരും ഗേൾസിന്റെ സൈഡിൽ നിന്ന് റാങ്കോ, ഗേൾസിന്റെ സൈഡിൽ A+ എന്ന്, അതായത് A+ കിട്ടുക പറയുന്ന വലിയ സംഭവമാണ്. അവിടെ ഇങ്ങനെ A+A, B+B അങ്ങനെ റാങ്ക് പോകുന്നത്. അപ്പൊ A+ ബോയ്സിന് മാത്രമാണ് സാധാരണ കിട്ടാറ്, ഗേൾസിന് കിട്ടാറേ ഇല്ല. അപ്പം ഗേൾസിന്റെ സൈഡിൽ A+ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവളെ നോക്കി. അപ്പൊ നോക്കിയ കൂട്ടത്തിൽ ആ ചെക്കനും നോക്കി, ഇതാരാ ഗേൾസിൽ A+ മേടിച്ചിട്ടില്ല. അങ്ങനെ ഒരു കുട്ടി ഈ ക്ലാസ്സിലുണ്ട് എന്നുള്ളത് ആ ചെക്കൻ നോട്ടീസ് ചെയ്തു എന്നവൾ വിശ്വസിച്ചു. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമായി. ഇനി അടുത്ത എക്സാംസിന് A+ വാങ്ങണം, A+ വാങ്ങണം. അതായത് ഇത് PSC പോലെ തന്നെയാണ്. നമ്മൾ ഒരു എക്സാമിന് A+ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്ക് ആ ഒരു ട്രിക്സ് മനസ്സിലാവുമെന്ന് അറിയില്ലേ, ആ ഒരു ടിപ്പ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തടുത്ത എക്സാമിനൊക്കെ നമുക്ക് ഇങ്ങനെ A+A ആ ലെവലിൽ ഇങ്ങനെ കളിക്കാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവക്ക് A+ കിട്ടി. പിന്നെ അവൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു A+ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോയി. അവസാനം അവൾക്ക് നീറ്റിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, അവൾക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം ഇതൊരിക്കലും ഒരു ഗുണപാഠ കഥയല്ല, ജസ്റ്റ് ഒരു ഇൻസിഡന്റ്, അത്രേ ഉള്ളൂ.